ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പിയിൽ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് ആദ്യം വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ സോന മസൂരിയുടെ പച്ചരി എടുത്തിരിക്കുന്നത്. പൊന്നി റൈസ് ആണെങ്കിലും മതി. ഏത് അരി എടുത്താലും പശപ്പൊന്നും ഇല്ലാത്ത അരി എടുക്കണം. ഇഡ്ലി റൈസ് എടുക്കണ്ട. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് പച്ചരിയാണ്. നിങ്ങളിപ്പോൾ ഗ്ലാസ്സിൽ അളക്കുന്നതെങ്കിൽ എല്ലാ അളവും ഗ്ലാസ്സിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് 1 സ്പൂൺ ചൗവരിയാണ്. സാബുദാന എന്ന് പറയും, അല്ലെങ്കിൽ ടപ്പിയോക്ക പേൾസ് എന്ന് പറയും. ഇനി അരിയും ചൗവരിയും വെവ്വേറെയായിട്ട് നമ്മൾ കുതിരാൻ വെക്കുവാണ്. ഞാനിതിപ്പോൾ ഒരു 3-4 മണിക്കൂർ നല്ലപോലെ കുതിർത്തിട്ടുണ്ട്. വട്ടയപ്പത്തിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ചൗവരി. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പി കാച്ചുകയാണ്. കപ്പി കാച്ചുന്നത് നമ്മൾ അരിപ്പൊടിയും വെള്ളവും വെച്ചിട്ടാണ്. വേറൊരു പാത്രത്തിലേക്ക് 2 വലിയ സ്പൂൺ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുറുക്കുന്നത്. കൈ എടുക്കാതെ നിരന്തരമായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് പെട്ടെന്ന് തന്നെ നല്ലപോലെ കുറുകി വരും. ഇതിപ്പോൾ കുറുകി വരുന്നുണ്ട്. ഇങ്ങനെ കുറുകി വരുമ്പോൾ തീ നല്ലപോലെ കുറയ്ക്കണം. ഇതിപ്പോൾ ഒരു ഐസ്ക്രീം നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കുന്ന കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ ശരിയായ പരുവം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഇടാൻ പോവാണ്. പഞ്ചസാര ഇങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് അലുത്ത് കിട്ടും. ഞാനിതിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് മധുരമാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം കൂടുതൽ വേണം തോന്നുവാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ചേർത്താൽ മതി. ഇനി ആ പഞ്ചസാരയും കപ്പയും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അത് അപ്പോൾ കുറച്ച് ഒരു വെള്ളം പോലെ നല്ലപോലെ മെൽറ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. ഇതും അതിൻ്റെ കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് രണ്ടും ചേർത്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ചൂടൊന്ന് പകുതി കുറഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കാർഡമം പൗഡറാണ്. നിങ്ങൾക്ക് പൗഡറായിട്ടില്ലെങ്കിൽ 1-2 ഏലക്ക ചേർത്താലും മതി. പിന്നീട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതേ റെസിപ്പി നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുമാണ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് ഇനി മാറ്റി വെക്കണം. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ്. ഒരു മിക്സിയിലേക്ക് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കണം. അതിലേക്ക് പിന്നീട് കുതിർത്ത ചൗവരി ഇട്ട് കൊടുക്കണം. ചൗവരിയിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നീട് അതിലേക്ക് നമ്മൾ കപ്പി കാച്ചി വെച്ചിരിക്കുന്ന അതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കുന്ന എല്ലാ മിശ്രിതവും അങ്ങ് ചേർത്ത് കൊടുക്കണം. ഇനി ഒന്നൊരു സ്പൂൺ വെച്ചിട്ട് ഈ മിക്സിയിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ ഇനി അടുത്തത് ഈസ്റ്റ് ചേർക്കാൻ പോകുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇനി എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളം ചേർത്തിരിക്കുന്ന എല്ലാം കറക്റ്റാണ്. നിങ്ങൾക്ക് ഇച്ചിരി കുറുകിപ്പോയെന്നോ അങ്ങനെ വെള്ളം തോന്നുവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോഴും ഗ്രേനിയ തരിതരിപ്പുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തരിതരിപ്പൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളവും കറക്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി നോക്കിയാൽ തരിയൊന്നും ഇല്ലാതിരിക്കുന്നത് കാണാം. ഇനി ഇത് നമ്മൾ പൊങ്ങാൻ വെക്കുകയാണ്. ഒരു വലിയ പാത്രം എടുക്കണം, ഇല്ലെങ്കിൽ പൊങ്ങി ചാടിപ്പോകും. എനിക്കിത് പൊങ്ങാൻ കിട്ടിയ സമയം എന്ന് പറയുന്നത് 2 മണിക്കൂർ മാത്രമാണ്. ഇതിവിടെ നല്ല ചൂടാണ്, അതുകൊണ്ടാണ് 2 മണിക്കൂർ. ഇപ്പോൾ തണുപ്പുള്ള അടുത്താണെങ്കിൽ ചിലപ്പോൾ അത് 3-4 മണിക്കൂറൊക്കെ എടുക്കും. ഒത്തിരി പതഞ്ഞ് പൊങ്ങണ്ട, ഒത്തിരി വലിയ ബബിൾസ് വരണ്ട. ഈ ചെറിയ ബബിൾസ് നിറച്ച് വന്ന് കഴിയുമ്പം അത് കറക്റ്റ് പാകമാണ്. ഇതിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, നല്ല കുഞ്ഞു കുഞ്ഞു ബബിൾസ് വന്ന് പൊങ്ങി നിൽക്കുവാണ്. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് 2 മണിക്കൂറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മാവ് നിങ്ങൾ ഇളക്കുകയൊന്നും ചെയ്യരുത്. ഇത് മുകളിൽ നിന്ന് ഈ പത വെട്ടിയാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. അതാണ് ഈ വട്ടയപ്പത്തിന് ഇത്രയും സോഫ്റ്റായിട്ട് വരാനുള്ള ഒരു റീസൺ. എൻ്റെ കയ്യിൽ സ്റ്റീൽ പാത്രം ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കേക്കിൻ്റെ പാത്രത്തിൽ ബട്ടർ പേപ്പർ കവർ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റീൽ പാത്രം യൂസ് ചെയ്യുന്നെങ്കിൽ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തടവിയിട്ട് അതിൽ ഒഴിച്ചെടുക്കാം. നെയ്യ് തടവുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ നല്ലത്. ഇനി അതിലേക്ക് ഞാനൊരു 3-4 സ്പൂൺ, ചെറിയ തവിയാണ് എൻ്റെ, അതിൽ ഒഴിച്ചിട്ടുണ്ട്. വട്ടയപ്പത്തിന് ഒത്തിരി കട്ടി വേണ്ട. ഞാൻ ഒരു 1/2 ഇഞ്ച് കനത്തിലേ എടുത്തിട്ടുള്ളൂ. നമ്മൾ പൊങ്ങി വരുമ്പോഴത്തേക്കും ഇത് 1 ഇഞ്ച് കനവായിക്കോളും.
ഇനി ഇത് നന്നായിട്ട് ആവി വന്ന ഒരു സ്റ്റീമറിൽ വെച്ച് ഞാൻ വേവിച്ചെടുക്കുവാണ്. എനിക്കിത് കറക്റ്റ് 10 മിനിറ്റേ ആയിട്ടുള്ളൂ വേകാൻ വേണ്ടിയിട്ട്. ഒരു ഈർക്കൽ വെച്ച് കുത്തി നോക്കിയാൽ മതി വെന്തോ ഇല്ലയോന്ന്. ഇതിപ്പോൾ പാതി വേവാകുമ്പോഴാണ് ഞാൻ നട്ട്സ് കിസ്മിസ് ഒക്കെ ഇടാറുള്ളത്. അതെല്ലാം ആദ്യം തന്നെ ഇട്ടാലെല്ലാം താന്ന് അടിയിലോട്ട് പോകും. ഇതിപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഒരു ഈർക്കിലി വെല്ലം വെച്ച് കുത്തി നോക്കിയാൽ അവത്തേലൊന്നും പറ്റാതെ വരും. നിങ്ങൾക്കതൊരു 10-15 മിനിറ്റ് എങ്ങനെയാണ് വേവ് നിങ്ങളുടെ തീയുടെ അനുസരിച്ച് നോക്കിയെടുത്താൽ മതി. ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് 10 മിനിറ്റ് വേവിച്ചെടുത്തിരിക്കുന്നത്. നല്ലപോലെ ചൂടാറി കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ കാസറോളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൽ മൂടി വെച്ച് സൂക്ഷിച്ച് വെക്കാം. നമ്മൾ മൂടി വെക്കാതിരിക്കുവാണെങ്കിൽ അരി ആയതുകൊണ്ട് മുകളിൽ പെട്ടെന്ന് ഹാർഡാകാൻ ചാൻസസ് ഉണ്ട്. ഇതിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് 2-3 ദിവസം വരെ ഇരിക്കും. ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ പിന്നീട് എടുക്കുമ്പോൾ ഒന്ന് മൈക്രോവേവ് അല്ലെങ്കിൽ ഒന്ന് ആവി കയറ്റിയാൽ മതി. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.